ഉണ്ടായ സംഭവം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യവുമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് സംസ്ഥാനത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ ഓഫീസുകൾ, പഞ്ചായത്ത് ഓഫീസുകൾ, സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സ്ഥലമുള്ള സ്ഥലത്ത് ഓഫീസ് ഫംഗ്ഷനിങ്ങിന് വേണ്ടി MLA-മാർക്ക് സ്ഥലം കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ എത്രയോ നാളുകളായി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രീതിയാണ്. 2 പാർലമെൻറ്റ് മെമ്പർമാർക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്ഥലമുണ്ടെങ്കിൽ, ഓഫീസായി ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി സ്ഥലമുണ്ടെങ്കിൽ അതും കൊടുക്കുന്ന രീതി ഉള്ളതാണ്. ഞാനാണെങ്കിൽ എൻ്റെ നിയമമണ്ഡലത്തിൽ പാപ്പരംകോട് സർവീസ് ബാങ്കിൻ്റെ ഒരു കെട്ടിടത്തിൽ നിന്ന് ഒരു ഓഫീസ് റൂമാണ് അവരെനിക്ക് നൽകിയിരിക്കുന്നത്, സൗജന്യമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ സംബന്ധിച്ചിടത്തൊന്നും ഒരു വിവരവുമില്ലാതെയാണ് ശാസ്ത്രമംഗലം കൗൺസിലർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അവർക്ക് എന്തധികാരം ഒരു MLA-യോട് നിങ്ങളുടെ ഓഫീസ് ഒഴിഞ്ഞു പോകണം, എൻ്റെ വാർഡിൽ, എൻ്റെ കോർപ്പറേഷൻ വാർഡ്, ഞാൻ മത്സരം ജയിച്ച കോർപ്പറേഷൻ വാർഡിലുള്ള ഓഫീസ് റൂം ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ എന്ത് അധികാരമുണ്ട്? ഒരു അധികാരമില്ല, ഒരു അവകാശമില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു MLA-യുടെ ഓഫീസ് ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ വിചാരിച്ചാൽ ഒഴിപ്പിക്കാൻ വേണ്ടി പറ്റുമോ അവിടെ ഓഫീസ്? അങ്ങനെ ഒഴിപ്പിക്കാനൊന്നും കഴിയില്ല. ഇതാണ് അധികാരം ഏറ്റിട്ട് 3 ദിവസമേ ആയുള്ളൂ. അതിന് മുമ്പ് തന്നെ ഗുജറാത്ത് മോഡലും UP മോഡലും നിർബന്ധപൂർവം തങ്ങൾക്ക് കിട്ടിയ അധികാരം അത് തെറ്റായ രൂപത്തിൽ പ്രയോഗിക്കുന്ന രീതി തുടരാൻ വേണ്ടി പോകുന്നത്. അതൊന്നും ഈ കോർപ്പറേഷൻ ആണോ അവസാന വാക്ക് പറയേണ്ടത്? കോർപ്പറേഷൻ്റെ മുകളിലൂടെ ഒരു ഗവൺമെൻറ് ഇല്ലേ? ആ ഗവൺമെൻറ്റിന് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരാവകാശങ്ങളില്ലേ? ഒരു വരി ഞാൻ പറഞ്ഞിട്ട് ചോദിക്കാം. ഇപ്പോൾ നെടുങ്കാട് എന്ന് പറയുന്ന ഒരു വാർഡുണ്ട്, അവിടെ BJP ജയിച്ച വാർഡാണ്, എൻ്റെ മണ്ഡലത്തിലാണ്. അവിടെ നെടുങ്കാട് ഗവൺമെൻറ് സ്കൂളിലാണ് അവിടുത്തെ ഓഫീസ് പ്രവർത്തിക്കുന്നത്, അവിടുത്തെ കൗൺസിലർ. ഞാൻ തന്നെയാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവിടെ RSSൻ്റെ റൂട്ട് മറിച്ചും വൈകുന്നേരം ആകുമ്പോൾ ശല്യമൊക്കെ ആയതുകൊണ്ട് സ്കൂളിനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അത് അവിടുന്ന് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കണമെന്നുള്ള നിലയിൽ പുതിയ കൗൺസിലറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ധിക്കാരവും അഹങ്കാരവും ഒന്നും ഒരു കാരണവശാലും വകവെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു DGP വിചാരിച്ചാൽ പ്രോട്ടോകോൾ പ്രകാരം ഒരു നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഒരു MLA-യുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെയാണോ ഒരു കൗൺസിൽ വിചാരിച്ച് അവിടെ നടക്കാൻ പോകുന്നത്? അതൊന്നും ആ ഭീഷണി വിലപ്പോകുന്ന പ്രശ്നമേ ഇല്ല. അവർക്ക് ഒരു അസൗകര്യം അറിയിക്കേണ്ട കാര്യമില്ല. അവർക്കെന്താ അധികാരം അസൗകര്യം അവതരിപ്പിക്കേണ്ടത്? അവരാണ് ഒരു MLA-ക്ക് വേണ്ടി MLA അവിടെ ഓഫീസ് വേണോ വേണ്ടോ തീരുമാനിക്കുന്നത്. അവർക്ക് അവരുടെ അസൗകര്യം അത് പ്രശാന്തിനോട് പറയേണ്ട കാര്യം എന്തോ? അല്ല, അതൊന്നും എനിക്കറിയില്ല. ഒരു സഹോദരനാണോ സഹോദരിയാണോ മറ്റേതെങ്കിലും ബന്ധുത്വമുണ്ടോ ഒന്നും അതൊന്നും എനിക്കറിയില്ല. അവർക്ക് എന്ത് അവകാശം, എന്ത് അധികാരം? ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമപുസ്തകത്തിൽ വല്ലതും പറയുന്നുണ്ടോ? പ്രോട്ടോകോൾ മാനുവൽ പ്രകാരം വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു കോർപ്പറേഷൻ്റെ ഒരു കൗൺസിലർ അതിലൊരു പറ്റിയൊരു അബദ്ധം നമ്മുടെ പ്രശാന്തിന് സാധാരണഗതിയിൽ സൗജന്യമായിട്ടവിടെ ഓഫീസ് പ്രവർത്തിപ്പിക്കാം. ഈ മാന്യൻ MLA ചെയ്തതെന്ന് വെച്ചാൽ അയാളെ മേയറും കൂടെയാണ്. അയാളുടെ കാലഘട്ടത്തിലാണ് ഈ കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് ഒരു ഓഫീസ് എല്ലാ വാർഡുകളിലും ഉണ്ടാക്കി കൊടുത്തത്. ഞാൻ മേയറായിരുന്നപ്പം ഇവരൊക്കെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അപ്പോൾ ഈ മാന്യം ചെയ്തെന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ഓഫീസിൽ ഒരു കത്തെഴുതി കൊടുത്ത് കൗൺസിൽ യോഗത്തിൽ വെച്ച് പാസ്സാക്കി ഒരു കരാറടിസ്ഥാനത്തിൽ 750 രൂപ മറ്റോ മാസ വാടകയും കൊടുത്താണ് അവിടെ പ്രവർത്തിക്കുന്നത്, ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ കാര്യം ഒന്നും മനസ്സിലാക്കാതെ ഈ കൗൺസിലർ വന്ന ശേഷം
പിന്നെ യഥാർത്ഥത്തിൽ അവർ പരസ്യമായിട്ട് എനിക്ക് തനിക്കുണ്ടായ പെശക് ഇനി മേലിൽ ആവർത്തിക്കില്ലെന്ന് പരസ്യമായി മാപ്പ് പറയണം. മേയർ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണം നടത്തണം. പിന്നെ അതാണ് എനിക്ക് സംശയം പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.